സോ നിങ്ങൾ നിങ്ങളുടെ 20s സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ 20സിലാണ് ഉള്ളത്, മിഡ് 20s, ക്ലോസ് ടു 30s, ഈവൻ ബിഗിനിങ് ഓഫ് 20s. എൻ്റെ ലൈഫിൽ ഞാൻ ഓൾമോസ്റ്റ് 30യുടെ അടുത്ത് എത്തി നിൽക്കുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് മിസ്റ്റേക്സിൽ കൂടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു, കുറേ നല്ല കണക്ഷൻസ് ഉണ്ടാക്കി, കുറേ നല്ല കണക്ഷൻസ് പോയി. സോ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ചുരുക്കി പറയാം. ഈ 20s എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെക്കേഡാണ്. പലരും വിചാരിക്കും 20സിൽ നമ്മളെല്ലാം ഫിഗർ ഔട്ട് ചെയ്യണം, 21ൽ നമ്മൾ ജോലിക്ക് കയറണം, 25, 26ൽ നമ്മൾ കല്യാണം കഴിക്കണം, നമ്മൾ 30 ആകുമ്പോൾ നമുക്ക് കുട്ടികളുണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ഒരു സൊസൈറ്റി നമുക്ക് തന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മളിത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജീവനോടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വീക്കെൻഡ്സിൽ മാത്രമായിരിക്കരുത് നമുക്കുണ്ടാകുന്നത്. നമുക്ക് ഓൾ വീക്ക് നമുക്ക് വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു മീനിങ് എന്താണ്? സോ നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു വഴി. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഡ്രീം, യു ആർ ഗോയിങ് ടു സ്ട്രഗിൾ ഇൻ ലൈഫ്. വി ഹാവ് ടു ഹാവ് എ ഡ്രീം. യുനോ, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിലേ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ. അപ്പോഴേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഹാപ്പി ആയിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സത്യം. ഈ 20s എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സമയമാണ്. നമുക്ക് തോന്നും നമ്മൾ കറക്റ്റായിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് പുറകിലാണ് നമ്മുടെ കൂട്ടുകാരെക്കാളും നാട്ടുകാരെക്കാളും. നമ്മൾ എല്ലാവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഡിപ്രസ്ഡ് ആവും. പക്ഷേ ദ ഫാക്ട് ഈസ് എവറി വൺ ഈസ് റണ്ണിങ് ദെയർ ഓൺ റേസ്, എവറി വൺ ഈസ് ഓൺ ഡിഫറെൻറ്റ് ടൈം ലൈൻ. കൂടുതൽ ആൾക്കാരും എന്താണെന്ന് പറയുക ചെയ്യുന്നത്, ഒരു ട്രെൻഡ് ഉണ്ടാവും, അവർ ആ ട്രെൻഡിനെ ഫോളോ ചെയ്യും. നിങ്ങളുടെ 20s എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാനുള്ള ടൈമാണ്. ഇത്രയും റിസ്ക് നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാരണം നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആണ് ഈ ടൈമിൽ. നമുക്കിത് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പം ആ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും. സോ യുവർ 20s ഈസ് ടു ട്രൈ ഔട്ട് തിങ്സ്. കുറേ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്താലേ നമുക്ക് വാട്ട് ഇസ് റിയലി വി ആർ പാഷനേറ്റ് അബൌട്ട് എന്നുള്ളതിനൊരു ആൻസർ കിട്ടത്തുള്ളൂ. കുറച്ച് പേർക്കൊക്കെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. പക്ഷേ മജോറിറ്റി പീപ്പിൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു ട്രൈ ഔട്ട് തിങ്സ്, ടു ഫെയിൽ, ടു ബി റിജക്റ്റഡ്. മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു 40s 50s ഒക്കെ എത്തുമ്പോൾ ആളുകൾക്ക് പെട്ടെന്നൊരു സഡൻ ആയിട്ടുള്ളൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. അപ്പം അത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. അവർ ഒരുപാട് വർഷങ്ങളായിട്ട് അവരുടെ ഇന്നർ വോയിസിനെ ഇഗ്നോർ ചെയ്ത് സേഫ് കളികൾ വിട്ട് ഒരു പരിപാടി പിടിക്കുന്നില്ല. ദേ വിൽ ഹാവ് മണി, സ്റ്റേബിൾ കരിയർ, ഫാമിലി, എവറിത്തിങ് ദേ വുഡ് ഹാവ്. ബട്ട് ഡീപ്പ് ഡൗൺ അവർക്കൊരു ചോദ്യം ഉണ്ടാവും, ഡിഡ് ഐ വേസ്റ്റഡ് മൈ റിയൽ പൊട്ടൻഷ്യൽ? സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ട്രൈ ഔട്ട് തിങ്സ് ആൻഡ് ഫൈൻഡ് വാട്ട് യു ലവ് ഇൻ യുവർ 20s. നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് ഒരുപാട് പേര് നമുക്ക് പറഞ്ഞു തരാനുണ്ടാവും. പക്ഷേ എങ്ങനെ ചിന്തിക്കണമെന്ന് നമ്മൾ തന്നെ ഫൈൻഡ് ചെയ്യേണ്ടി വരും. നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കൊരു പല എൻവയോൺമെൻറ്റിൽ നമ്മളെ ട്രൈ ഔട്ട് ചെയ്യണം. നമുക്ക് ബെറ്റർ ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു എബിലിറ്റി കിട്ടും. ഇതൊരു മെയിൻ തിങ് ആണ്. നിങ്ങൾ എന്തായാലും റീഡ് ചെയ്യാൻ തുടങ്ങണം. കാരണം വായിക്കുമ്പോഴേ നമുക്ക് പല ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ്സിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഒരു കാര്യത്തെ തന്നെ പലരും പല രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. കുറേ പേഴ്സ്പെക്റ്റീവ്സ് കിട്ടും കുറേ ബുക്സ് വായിക്കുന്നതിലൂടെ. അത്യാവശ്യം നമ്മൾ വായിക്കണം. പല സിറ്റുവേഷനിലും നമ്മളെ പല ബുക്സും ഹെൽപ്പ് ചെയ്യും. ചില ബുക്സിനകത്ത് വേർഡ്സൊക്കെ നമ്മളെ സ്ട്രൈക്ക് ചെയ്യും. പലരും എഴുതുന്നത് നമ്മുടെ മൈൻഡിൽ പതിയും. നമുക്കത് കണക്ട് ചെയ്ത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പം ആ വരികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി കിട്ടും. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ മേജർ തിങ്. വി ഹാവ് ടു ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. Without good communication skills, we can reach anywhere in life. That is one thing I learned. ഒരു മേജർ കാര്യമാണ്, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ മാത്രമേ നിങ്ങളുടെ കൂടെ കൂട്ടാൻ പാടുള്ളൂ. നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ഇതും ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടിൻ്റെ ആവറേജ് ആയിരിക്കും നമ്മൾ. എന്നെക്കാളും അവൻ വളരാൻ പാടില്ല എന്നൊക്കെ രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ എങ്ങനെ ആവും എന്നുള്ളതിൻ്റെ ഫൗണ്ടേഷനാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നത്.
പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ സിറ്റുവേഷൻ കിട്ടിയാലും നിങ്ങൾ ട്രാവൽ ചെയ്യുക. ബിക്കോസ് നമ്മൾ പുതിയ എൻവയോൺമെൻറ്റിലും പുതിയ ആൾക്കാരെയും മീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പേഴ്സണലി ഗ്രോ ആവത്തുള്ളൂ. വേറെ പല രീതിയിൽ കൂടി നമ്മൾ ഡെവലപ്പ് ആവുന്നതിലും വളരെ വേഗത്തിൽ നമ്മൾക്ക് ട്രാവലിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഗ്രോത്തിൻ്റെ ഒരു സ്പീഡ് ഭയങ്കര കൂടുതലായിരിക്കും. ഇടയ്ക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ തോട്ട്സുമായിട്ട് ജസ്റ്റ് സിറ്റ് വിത്ത് യുവർ തോട്ട്സ്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ മൈൻഡ് പോകുന്നത് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. അതൊരു ബ്യൂട്ടിഫുൾ തിങ് ആണ്, ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ. ഇടയ്ക്ക് നമ്മൾ ഈ ആൾക്കൂട്ടത്തിൽ നിന്നും ബഹളത്തിൽ നിന്നും എല്ലാം ഒന്ന് മാറി നമ്മളിടയ്ക്ക് അതൊന്ന് ഒബ്സർവ് ചെയ്യണം. പിന്നെ ഉള്ളൊരു മേജർ കാര്യമാണ് ഫൈനാൻസസ്. എനിക്കൊന്നും ഇതാരും പറഞ്ഞു തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ ഒന്ന് പറയുന്നത്. ഫൈനാൻസ് നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ ക്യാഷ് എവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നു, എന്തിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നു, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 20s നിങ്ങൾ ഡെപ്റ്റ് ഒന്നും വരുത്തി വയ്ക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു കോസ്റ്റ് യുവർ ടൈം. അധികം ചിലവാക്കാതെ ജീവിക്കേണ്ടി വന്നാൽ പോലും നിങ്ങൾ കടങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി വെക്കരുത്. പിന്നെ ഇതാണ്, നിങ്ങളൊരു പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്താൽ മതി. പെർഫെക്ഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് അറ്റ് എ ടൈം. എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ. ലൈഫ് ഈസ് ലൈക്ക് എ മാരത്തൺ, നോട്ട് എ 100-meter റേസ്. നിങ്ങൾ ആ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും ജീവിക്കുന്നത്. ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ടു ഫോളോ ദാറ്റ് ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ഇതൊരു ലോങ് ഗെയിമായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഒരിക്കലും ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. ഇറ്റ് വിൽ ബി എ ബിഗ് മിസ്റ്റേക്ക്.